നമസ്കാരം. നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്ന ഘടകങ്ങൾ എന്താവും എല്ലാ തെരഞ്ഞെടുപ്പിലും എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ നിർണായകമായി ബാധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. പലപ്പോഴും നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വേണ്ടത്ര ജനങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഇടത്താണ് ആ മുന്നണികളും അതുപോലെ തന്നെ പാർട്ടികളും പരാജയപ്പെടുന്നത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരുപക്ഷെ താഴെ തട്ടിൽ ഏറ്റവും വലിയ സംഘടനാ സംവിധാനങ്ങളും കേഡർ സംവിധാനങ്ങളുമുള്ള പാർട്ടികൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ള പ്രതിച്ഛായ നേതാക്കന്മാർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പലപ്പോഴും സാമൂഹിക നീതിക്ക് വേണ്ടി തങ്ങൾ നിലകൊള്ളുന്നു എന്ന് പറയുകയും പലപ്പോഴും സാമൂഹിക നീതി പ്രസ്ഥാനങ്ങൾക്ക് ഇടപെടലുകൾക്കും എതിരായി ആ പാർട്ടികളൊക്കെ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ അവരുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം അങ്ങനെ ആയിരിക്കില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള പ്രതിച്ഛായ ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള ഒരു കാര്യത്തെ നമുക്ക് വിശകലനം ചെയ്യാം. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ചിത്രം വരുമ്പോൾ 3 റൗണ്ടിൽ അദ്ദേഹം പിന്നോക്കം പോയി എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയ സൂചനയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുന്നണിയിൽ നിർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട CPM-ന്റെ മന്ത്രിമാരൊക്കെ പരാജയപ്പെടുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധേയമായിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ പരാജയപ്പെടാൻ പോകുന്നു എന്ന് വളരെ ശക്തമായി ആഴത്തിൽ പറയുവാൻ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതായത്, ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഈ നേതാക്കന്മാരൊക്കെ എത്രത്തോളം മുന്നിലാണ് എന്ന് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് കൂടുതൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെയൊക്കെ, അതായത് സ്ഥാനാർത്ഥികളുടെ പ്രതിച്ഛായയെ സംബന്ധിച്ചിടത്തോളമാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ഒരു ജനങ്ങളെ സമീപിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാലും ജനങ്ങളെ കയ്യിലെടുക്കുന്ന കാര്യത്തിൽ, ജനങ്ങളെ സമീപിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെ ഒരു സ്ഥാനാർത്ഥി പെരുമാറുന്നു എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ധാർഷ്ട്യവും അതുപോലെ തന്നെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റവും ഒക്കെ ജനങ്ങളെ തങ്ങളിൽ നിന്ന് അകറ്റുന്നു എന്ന് നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ചേരുന്ന ഒരു കാര്യമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനങ്ങളോട് ചേർന്ന് നിന്നിട്ടുള്ള അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി ജനമനസ്സിൽ എത്രത്തോളം അകലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്. കാരണം ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം ഒരു പിണറായി വിരുദ്ധത ജനങ്ങൾ കാത്തു സൂക്ഷിച്ചു മനസ്സിൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അദ്ദേഹം പിന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു ചെറിയ സൂചനയല്ല എന്നുള്ളതാണ്. അതായത് ജനങ്ങളിൽ നകലുന്ന സ്വഭാവങ്ങൾ, അവരെത്രയൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാലും എത്രയൊക്കെ ഭംഗിയായി ഭരണ നിർവഹണം നിർവഹിച്ചാലും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും, കാരണം ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനം ജനങ്ങളാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നേതാക്കന്മാരൊക്കെ തങ്ങളെന്തോ ജനങ്ങളെക്കാൾ വലിയ ആളുകളാണ്, തങ്ങളെത്തിയാൽ എഴുന്നേറ്റ് നിൽക്കണം, തങ്ങളെത്തിയാൽ ബഹുമാനിക്കണം. ശരിക്കും ജനാധിപത്യത്തിൽ നേതാക്കന്മാർ ജനങ്ങളെയാണ് ബഹുമാനിക്കേണ്ടത്. ജനങ്ങളെ കാണുമ്പോൾ തൊഴുകയും ജനങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും തങ്ങൾ ഈ സീറ്റിലിരിക്കുന്നത് ജനങ്ങളുടെ കാരുണ്യത്താലാണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ അന്നം എന്ന് പറയുന്നത് ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കിട്ടുന്ന പൈസയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തിന് മാത്രമേ വരും കാലങ്ങളിൽ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കണം. 2 കാര്യങ്ങൾ ആണ് ജനങ്ങൾ ഊന്നൽ നൽകുന്നത്. ഒന്ന്, സത്യസന്ധതയും ആത്മാർത്ഥതയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ജനങ്ങളോടുള്ള ഏറ്റവും വിനീതമായിട്ടുള്ള പ്രവർത്തനങ്ങളും. 2, വികസനത്തെ സംബന്ധിച്ചിടത്തുള്ള അവരുടെ ആത്മാർത്ഥമായ കാഴ്ചപ്പാടുകൾ. അവർ ഏത് ജാതി, മതം, ഏത് തരത്തിലുള്ള ഏത് ലിംഗം എന്നതൊക്കെ തെരഞ്ഞെടുപ്പിൽ 2-മത്തെയോ 3-മത്തെയോ 4-മത്തെയോ ഘടകങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായി വരുന്നത് ഇതുതന്നെയാണ്. എത്രത്തോളം ഭംഗിയായി തങ്ങളുടെ പ്രതിച്ഛായ
മുൻനിർത്തുവാൻ അവർക്ക് കഴിയുന്നു. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുവാൻ അവർക്ക് കഴിയുന്നു. തങ്ങളുടെ അഭിപ്രായങ്ങളും വിശകലനങ്ങളും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ എത്രമാത്രം എത്തിക്കുവാൻ അവർക്ക് കഴിയുന്നു. അതിൽ എത്രത്തോളം വിശ്വാസ്യത കൊണ്ടുവരാൻ കഴിയുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരുപക്ഷെ PR വർക്ക് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. BJP ഒട്ടും പിന്നിലല്ല, അതിനേക്കാൾ പിന്നിലാണ് കോൺഗ്രസ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. പക്ഷേ അതിലൊക്കെ ഉപരിയായി ജനങ്ങളുടെ വിശ്വാസ്യത ചില കാര്യങ്ങൾ, ഇപ്പൊ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനുള്ള ഒരേ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ചില ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ചില കാര്യങ്ങളിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത, അതുപോലെ തന്നെ ഒരു വിനീത വിധേയന്റെ, ജനങ്ങളോട് വിനീതനായി പെരുമാറുവാനുള്ള കഴിവ്, മൂന്നാമത് വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാഴ്ചപ്പാടുകൾ. ഇപ്പൊ BJP എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും കേരളത്തിൽ എത്രയൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടും വലിയ മുന്നേറ്റം BJPക്ക്, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളെക്കാൾ വലിയ ഒരു മാറ്റം BJPക്ക് കൊണ്ടുവരുവാൻ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടങ്ങളിലെങ്കിലും 5ഓളം സ്ഥലത്ത് തുടക്കത്തിലെങ്കിലും മുന്നോട്ട് വരുവാനും ഒക്കെ കഴിഞ്ഞു. അവർ അവസാനം ഏത് ലാപ്പിലെത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ടെങ്കിലും അത്രയെങ്കിലും കൊണ്ടുവരുവാൻ അവർക്ക് കഴിയുന്നെങ്കിൽ അതൊരു മാറ്റമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിയമസഭാ ചരിത്രത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടായിരിക്കും പല സൂചനകളിൽ BJP 5, NDA 5, 6 എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. അതൊരു മാറ്റം തന്നെയാണ്. അപ്പൊ ഇനി വേണ്ടത് ജനങ്ങളോട് വിനീത വിധേയമായി പെരുമാറിക്കൊണ്ട് വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ജാതിക്കും മതത്തിനും ലിംഗത്തിനും ഭാഷയ്ക്കും ഒക്കെ അതീതമായി തങ്ങളുടെ പെരുമാറ്റവും ജനങ്ങളോടുള്ള വിധേയത്വവും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്തായിരിക്കും ജനങ്ങൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുവാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു VD സതീശൻ ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ചിലയിടത്തെങ്കിലും ഒരു പ്ലസ് പോയിന്റായി മാറിയത് അതാണ്. പല വിരുദ്ധ ചേരികളിൽ നിന്നുള്ള, ഇടതുപക്ഷത്തു നിന്നുള്ള ധാരാളം ആളുകളെ തങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിനും മത്സരിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വം കാണിച്ച, ഒരുപക്ഷെ VD സതീശൻ പ്രത്യേകിച്ച് കാണിച്ച ഒരു പരിശ്രമം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള VD സതീശന്റെ ഒരു ക്ലെയിം കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വിധി വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.